നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു മട്ടൺ സ്റ്റൂ ആ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് വലിയ ബഹളം അങ്ങനെയായിട്ടൊന്നുമില്ല. എൻ്റെ അമ്മയുടെ അമ്മ പഠിപ്പിച്ച ഒരു, അതായത് പഠിപ്പിച്ച എന്ന് പറയാനല്ല, ഞങ്ങളൊക്കെ അവധിക്കാലത്തൊക്കെ അവിടെ പോയി നിൽക്കുമ്പോൾ, കോട്ടയത്ത് പോയി നിൽക്കുമ്പോൾ അമ്മച്ചി ചെയ്യുന്ന കണ്ടേച്ച് പഠിച്ചതാ. അതിനകത്ത് പക്ഷേ ഇപ്പം ചെയ്യുന്ന കൂട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അമ്മച്ചി ചെയ്യുന്നത്. ഫസ്റ്റ് എന്നാ വേണ്ടി വെച്ചാൽ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇത് വലിയ ഏലക്കായാണ്, അത് മസ്റ്റല്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ചത്, സവാള, ഉരുളക്കിഴങ്ങ്, ഇച്ചിരി മൈദ, കുറച്ച് തേങ്ങാപ്പാൽ, പിന്നെ ഇച്ചിരി ഉപ്പ്. വെളിച്ചെണ്ണയിലായത് ഉണ്ടാക്കുന്നേ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാനിവിടെ മട്ടൺ ഇച്ചിരി വേവിച്ച് വെച്ചേക്കുവാന്നേ. ഇത് എന്നായിട്ട് വേവിച്ചേക്കുവാന്നറിയാവോ? ഇച്ചിരി ഉപ്പും ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് വേവിച്ചേക്കുക. ഈ വിനാഗിരി ഒഴിക്കുന്നത് മസ്റ്റല്ല, പക്ഷെ അന്ന് അമ്മച്ചിയൊക്കെ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഈ മട്ടൺ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇച്ചിരി വിനീഗർ ഒഴിച്ചത്. പണ്ട് അമ്മച്ചിയൊക്കെ ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു കഷ്ണം ചിരട്ട ഇടുവേ, ഉപ്പും കുരുമുളക് ചതച്ചതും ഒരു കഷ്ണം ചിരട്ടയും കൂടി ഇട്ടേച്ചാന്നു ഈ മട്ടൺ വേവിച്ചെടുക്കുന്നത്. ഈ മട്ടൺ വേവിച്ചെടുത്തേച്ച് അങ്ങ് പറ്റിച്ചെടുക്കുകയല്ല, അതിങ്ങനെ ഇച്ചിരി ചാറോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. കാര്യം വെച്ചാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞാനാണെങ്കിൽ ഇച്ചിരി ചാറ് കൂട്ടിയെടുക്കുവേ. കാര്യം എന്നാന്നോ, നമ്മൾ തേങ്ങാപ്പാൽ പിഴിയാനും അത് എന്നാ പറയുക അരച്ചെടുക്കാനും ഒക്കെ ഒരു ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമല്ലേ. നമ്മൾ ഇക്കാലത്ത് എത്ര വേഗത്തിൽ നമുക്ക് ജോലി തീർക്കാവോ അത്രയും വേഗത്തിൽ തീർക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ പിഴിയണം, അത് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രാരാബ്ധങ്ങളാണ് പറയുന്നത്. അന്നേരം എന്നാ ചെയ്യണം എന്നറിയാമോ? ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം. എന്നാന്ന് വെച്ചാൽ, നമുക്ക് തേങ്ങാപ്പാലൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കുറേ നേരം ഇരിക്കാനല്ല എന്നുണ്ടെങ്കിൽ എന്നും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒറ്റയടിക്ക് ചീത്താവുമൊന്നുമില്ല. പശുമ്പാലില്ലേ, പശുമ്പാൽ ഒഴിച്ചേച്ചാലും മതി. പശുമ്പാൽ ഒഴിക്കുന്ന സമയത്ത്, പക്ഷേ ഇത് തേങ്ങാപ്പാലാന്ന് കേട്ടോ, പശുമ്പാൽ ഒഴിക്കുന്ന സമയത്ത് എന്നാ വെച്ചാൽ ഇച്ചിരി ചാറ്, എന്നാന്ന് വെച്ചാൽ നമ്മൾ മട്ടൺ വേവിച്ചെടുക്കുന്ന ചാറ് കുറച്ച് കൂടുതൽ, ആ സ്റ്റോക്ക് കുറച്ച് കൂടുതൽ എടുക്കുവാന്നേൽ രണ്ടാം പാലിൻ്റെ സ്ഥാനത്ത് ആ സ്റ്റോക്ക് ഒഴിക്കാം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ രണ്ടാം പാൽ എടുക്കണ്ട, ഒന്നാം പാലിൻ്റെയും പ്രശ്നം വരുന്നില്ല. ആദ്യം ഒന്നാം പാലിൻ്റെ സ്ഥാനത്ത് നമുക്ക് പശുമ്പാൽ ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തീ കത്തിച്ച് വെച്ചാൽ, അമ്മച്ചിയൊക്കെ ചട്ടിയിലാണ് വെച്ച് കണ്ടേക്കുന്നത്, പക്ഷെ നമ്മളതൊന്നുമല്ല. പിന്നെ അഥവാ മട്ടൺ വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം വഴറ്റിയേച്ച് പ്രഷർ കുക്കറിനകത്തോട്ട് ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കാനേ ഉള്ളൂ. പക്ഷെ അതെന്നാന്ന് വെച്ചാൽ, മട്ടൺ ഇടുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇത് എല്ലാം കൂടി എന്നാ പറ്റുമെന്നോ, അങ്ങ് മട്ടൺ കറക്റ്റായിട്ട് കിട്ടും, പക്ഷേ ഉരുളക്കിഴങ്ങ് കാണുകയില്ല, ഉള്ളി കാണുകയില്ല, ഒന്നും കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ മട്ടൺ പ്രത്യേകം വേവിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടേച്ച് വഴറ്റിയേച്ച് ചിക്കനും കൂടെ ഒരുമിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഒന്ന് വേവിച്ചെടുത്തേച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊന്നും ഇങ്ങനെ എന്നാ പറയുക, കാണാൻ പറ്റാത്ത പോലെ അങ്ങ് വെന്ത് പോവുകയൊന്നുമില്ല. മട്ടനാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും മട്ടണോ ബീഫോ ഏതാന്നേലും അത് രണ്ടും നല്ല വേവുള്ള കൂട്ടത്തിലായതുകൊണ്ട് പ്രത്യേകം വേവിച്ച് വെച്ചതിന് ശേഷം വേണം സ്റ്റൂ ചെയ്യാനേ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ, ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചേച്ച്, മറ്റേ നമ്മുടെ ഈ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ അഥവാ ഈ പറഞ്ഞ കൂട്ട് ആർക്കെങ്കിലും വെളിച്ചെണ്ണ കൂട്ടാൻ പറ്റാതെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക. പക്ഷേ ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ, വെളിച്ചെണ്ണയിലാണ് ഏറ്റവും നല്ല ഹെൽത്ത് ഉള്ളത്. അതായത് ആൻറ്റിസെപ്റ്റിക് ആണ്. നമ്മൾ കുഞ്ഞുകാലം പോലെ ഒക്കെ ശീലിച്ചേക്കുന്നത് ഇത് തന്നെയല്ലയോ, അന്നേരം പിന്നെ നമുക്കൊരിക്കലും ദോഷം ചെയ്യുകയില്ല. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിനകത്തോട്ട് എന്നാ ചെയ്യണം, പട്ട ഇടുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഇനം പട്ടയുണ്ട്. ഒന്ന് കട്ടി കൂടിയതും ഒന്ന് മെലിഞ്ഞതാണ്. അതിൻ്റെ ആ ഒരു ഇത് പറയുന്നത്, ഈ കട്ടി കൂടിയത് ഇടുവാന്നേൽ ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. മറ്റേ മെലിഞ്ഞതാന്നേൽ 1 ഇഞ്ച് നീളത്തോളമുള്ള ഒരു കഷ്ണം ഇടണേ. പട്ട ഒരുപാട് നമ്മുടെ എല്ലാ കറിയിലും ഇടുന്നതോടെ എനിക്ക് വലിയ യോജിപ്പില്ല. ഒത്തിരി അങ്ങ് ആവല്ല, ഇച്ചിരി. ഇനി അതേപോലെ ഒരു 3-4 ഗ്രാമ്പു,
ഏലക്ക പിന്നെ അറിയാമല്ലോ അല്ലേ, എനിക്കൊരു ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് എന്നും പറഞ്ഞേച്ച് ഒത്തിരി അങ്ങ് ഇടണ്ട, ഒരു 3-4 ഇട്ടു. ഇത് കഴിഞ്ഞേച്ച് ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ കടുക് പൊട്ടുന്ന കൂട്ട് അങ്ങ് പൊട്ടുവേ. അന്നേരം അത്രയും നേരം നിൽക്കാതെ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ ഇഞ്ചി അങ്ങ് ഇട്ടു ഇതിൻ്റെ കൂട്ടത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏലക്കായും എല്ലായും അങ്ങ് പൊട്ടിക്കോളും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ഞാൻ അരിഞ്ഞായിട്ടേക്കുന്നത്. അന്നേരം പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കും ഇതൊന്ന് ചതച്ചിട്ടാൽ എന്നാ കുഴപ്പമെന്ന്. ഒരു കുഴപ്പമില്ല. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഞാനത് 2-3 പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആ രുചി കിട്ടുകയില്ല. അതുകൊണ്ട് അരിഞ്ഞ് തന്നെ ഇടണേ. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ഒരു എന്നാ പറയുക, ആ ഒരു ചുവയുണ്ടല്ലോ ആ കറിക്ക് മുന്നേ നിൽക്കും. അതുകൊണ്ട് ഒന്ന് ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ. സ്റ്റൂവിന് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ എരിവ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പച്ചമുളകായിരിക്കും, അല്ലെങ്കിൽ കുരുമുളക്. അത് അവനവൻ്റെ ഇഷ്ടം പോലെയാണ്. പക്ഷേ ഒരുപാട് പച്ചമുളക് കൂടിയാലും കൊള്ളുകയില്ല, കുരുമുളക് കൂടിയാലും കൊള്ളുകയില്ല. അത് അതിൻ്റെ ബാലൻസിങ് തന്നെ നിൽക്കണം. ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞേ, ഒരുപാടങ്ങ് മൂപ്പിച്ച് ബ്രൗൺ ആക്കാനല്ല, അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറണം. 1 കിലോയ്ക്കാണെങ്കിൽ ഒരു നല്ല എരിവുള്ള പച്ചമുളക് ആന്നേൽ ഒരു 6 എണ്ണം 2ആയിട്ട് കീറിയിടാം. അഥവാ നമ്മളൊരു ഇച്ചിരി പോരാന്ന്, നമുക്ക് എരിവ് പോരാന്ന് തോന്നുവാന്നേൽ മട്ടൺ ഒന്ന് രണ്ടാമത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടൊന്ന് വേവിക്കണം കേട്ടോ. അത് ആ സമയത്ത് ഒരു ഇച്ചിരി കൂടി ചേർത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് സവാള, സവാള ഒരു ഇച്ചിരി പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിടുക. സവാള ഒരു ഇച്ചിരി എന്നാ പറയുക, ഒരു കഷ്ണം നമ്മൾ സ്ക്വയർ പീസസ് ആയിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഒരു ഇച്ചിരി മൂപ്പുണ്ട്. മൂപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ആ സവാളയുടെ ഒരു ക്രഞ്ചിനെസ് മാറണം. ഞാൻ നോക്കൂ, നമ്മൾ എപ്പോഴും ഉള്ളി വഴറ്റുന്ന കൂട്ടം ഒരുപാട് അങ്ങ് വഴറ്റിയില്ല, ഒന്ന് വാടിയിട്ടേ ഉള്ളൂ. ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിനകത്തിടുക. നമുക്ക് എത്ര ഉരുളക്കിഴങ്ങ് വേണ്ടിയെന്ന് വെച്ചാൽ അത് കണക്കാക്കുക. ഈ ഉരുളക്കിഴങ്ങ് ഇറച്ചിയുടെ കൂടെ കിടന്ന് വേവുമ്പം ഇത് തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ്. ഞാൻ എന്താ പറയുക, സ്റ്റൂ ഒക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി ഉരുളക്കിഴങ്ങ് ഇച്ചിരി കൂടുതലിടുവേ. പിള്ളേരല്ലേ, അവസാനം നമ്മളൊക്കെ കഴിക്കാൻ ചെല്ലുമ്പോഴത്തേനും കഷ്ണമൊന്നും കിട്ടുകയില്ല. അവസാനം ഉരുളക്കിഴങ്ങെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചേച്ച് ഇച്ചിരി കൂടുതലിടുവേ. എന്നും പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇട്ടേക്കരുതെന്ന് വെച്ചാൽ നമ്മുടെ കറിയുടെ രുചിയും കൂടെ അങ്ങ് പോകും. പിള്ളേരെന്നാ കഴിച്ചാലും ഈ ഉരുളക്കിഴങ്ങൊന്ന് മാറ്റി വെച്ചേച്ച് കഷ്ണം പെറുക്കിയെടുത്ത് വെച്ചായിരിക്കും എല്ലാ പിള്ളേരും കഴിക്കുന്നത്. അതുകൊണ്ട് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഇടാം, ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ടാൽ നല്ലതാന്നു. ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർക്കാം കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൻ ചാറോട് കൂടി ഇതിനകത്ത് ഒഴിക്കും. ഈ മട്ടൻ ഫുൾ വേവിച്ചിട്ടില്ല, ഇതൊരു 1/4 വേവേ ഉള്ളൂ. അപ്പം എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വേവുന്ന ഒരു വേവില്ലേ, അതാണ് ബാക്കി മട്ടൻ്റെ വേവും. ആ കണക്കാക്കി വേണം നമ്മൾ മട്ടൻ കുക്കറിൽ വേവിച്ചെടുക്കാൻ. മട്ടൺ ഉപ്പും വിനാഗിരിയും ഒഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചത്. അതിൻ്റെ കൂടെ ഉപ്പുണ്ട്. അപ്പം ഇനി ഈ ഉപ്പ് എന്തായാലും പോരാ, നമ്മുടെ ഉരുളക്കിഴങ്ങയിലും കൂടെ ഒക്കെ പിടിച്ചു വരുമ്പോൾ കുറച്ച് ഉപ്പ് കുറയും. പിന്നെ പാല് ചേർക്കാനുണ്ട്. അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഉപ്പ് എന്തായാലും കുറയും. പക്ഷേ ഇപ്പം ഞാൻ ചേർക്കുകയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പം ചേർത്ത് കഴിഞ്ഞാൽ എങ്ങാനും ഒരിച്ചിരി കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ പണിയാണെന്നറിയോ, നമ്മുടെ ആ സ്വാദ് പോവേ. നമ്മൾ എന്നതേലും ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ ഇട്ടേച്ച് ആ കറിക്ക് ആ സ്വാദ് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് റീമേക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ രുചിയോ എന്നാന്ന് വെച്ചാൽ അത് കിട്ടുകയില്ല. പിന്നെ അങ്ങ് എന്നാ പറയുക, ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങ് പണി ചെയ്ത് ഇല്ലാതാക്കും നമ്മളതിനെ.
അപ്പം അതിലും ഭേദം നമ്മൾ ആദ്യമേ ചേർക്കുമ്പോൾ ഉപ്പ് കുരുമുളക് ഇതൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടേച്ചു ഒന്ന് ചേർത്തേച്ചാൽ മതിയേ. ചതച്ച കുരുമുളക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേ പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ കറി അങ്ങ് കറുത്തു പോവും, അത് കൊള്ളുകയില്ല. സ്റ്റൂ എപ്പോഴും വെളുത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അന്നേരം ഒരു ഇച്ചിരി കുരുമുളക് കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി പശുമ്പാലാ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. അതല്ല രണ്ടാം പാലാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്താണ് രണ്ടാം പാല് ചേർക്കേണ്ടത്. ചേർത്തേച്ച് നമ്മുടെ മട്ടൻ ഒന്ന് കുറച്ച് വേവണം. അതേ കൂട്ട് തന്നെ ഉരുളക്കിഴങ്ങും കുറച്ചൊന്ന് വെന്താൽ ഇനി ചെയ്യേണ്ട കാര്യം എന്നാ വെച്ചാൽ നമ്മൾ തലപ്പാലിരിക്കുമല്ലയോ, തലപ്പാലിനകത്തോട്ട് ഒരു ഇച്ചിരി മൈദ, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മൈദ കലക്കി വെച്ച് ഒട്ടും കട്ട കെട്ടല്ലേ, ലംസ് ഒന്നും ഒട്ടും ഇല്ലാതെ നല്ലതായിട്ട് കലക്കി വെച്ച് കുറേശ്ശെ നമുക്ക് എത്ര ആ ചാറ് വേണമെന്ന് വെച്ചാൽ ആ ചാറിൻ്റെ കണക്കാക്കി ഒഴിക്കുക. കുറുക, നമ്മൾ ആ ഒരു സ്റ്റൂവിന് എപ്പോഴും ഒരു കുറുകലുണ്ടാവും. ആ കുറുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി മൈദ ചേർക്കുന്നത്. അതല്ല മൈദ ഹെൽത്തിന് ഒത്തിരി ചീത്തയാണ് എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ല വേവിച്ചേച്ച് നല്ല ലംസ് ഇല്ലാതെ ഉടച്ചിട്ട് ഈ പാലെ ചേർത്ത് ഇതിനകത്ത് ചേർത്താലും നമ്മുടെ കറി നല്ലതായിട്ട് കുറുകും. അതല്ല ഉരുളക്കിഴങ്ങ് അങ്ങനെയും വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാലിൽ ഇച്ചിരി മൈദ ചേർത്തേച്ച് ഒന്ന് കലക്കിയേച്ച് നമ്മൾ ഇതിനകത്ത് ചേർത്തേച്ച് ഇതിനകത്ത് ഇഷ്ടംപോലെ മല്ലിയില ഇടാം, അല്ലെങ്കിൽ കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എനിക്കാന്നു. അതുകൊണ്ട് ഞാൻ പക്ഷേ സ്റ്റൂവിനകത്ത് കറിവേപ്പില ചേർത്താൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരികയില്ല എന്നാണ് ഞാൻ കണ്ടിട്ടുള്ള അമ്മച്ചിയൊക്കെ കണ്ടിട്ടുള്ളത്. അമ്മച്ചിയൊക്കെ ഇച്ചിരി കൂടുതൽ മല്ലിയില ഇടുന്നതാണ് കണ്ടേക്കുന്നത്. ഇനിയിപ്പോൾ കറിവേപ്പില വേണമെന്ന് തോന്നുവാണെങ്കിൽ, പക്ഷെ കടുകൊന്നും മറക്കരുത് ഇതിനകത്ത്, അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം പോവും. കറിവേപ്പില വേണമെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമില്ല, ഇപ്പം ഇടാം. പിന്നെ ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കല്. പശുമ്പാലാണെങ്കിൽ പിരിഞ്ഞു പോകും, തേങ്ങാപ്പാലാണെങ്കിലും വലിയ കുഴപ്പമില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേക്കണം. പിന്നെ കുറുകുന്നത് മാത്രം എപ്പോഴും ശ്രദ്ധിച്ചോണം. മാവ് ചേർക്കുമ്പോൾ കൂടിപ്പോരുത്, അവസാനം മൈദ ചുവയ്ക്കും. അങ്ങനെയല്ല, നമുക്ക് എന്നാ പറയുക, ഒരു ഇത്രയും പോകുന്ന ഒരു ബൗളിന് ഒരു 1.5 ടീസ്പൂൺ ആദ്യം ചേർത്തേച്ച് പാലൊഴിക്കുക. ഒഴിച്ചേച്ച് ആ കുറുകുന്നത് പോരാന്ന് തോന്നുവാന്നേരം ഒരു ഇച്ചിരി പാലും കൂടെ ചേർത്തേച്ച് മൈദയും ചേർക്കുക. അങ്ങനെ കുറേശ്ശെ ചേർത്ത് നമ്മുടെ കറി നല്ലൊരു കുറുകലാക്കിയിട്ട് എടുത്താൽ മതി. മട്ടൺ സ്റ്റൂ ആയതുകൊണ്ട് കറിയുടെ ചാറ് ഇച്ചിരി കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം ഒരിക്കലും ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ തികയേയില്ല. അതുകൊണ്ടാണ് ഇച്ചിരി കറി കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങ് വേവാൻ സമയമുണ്ട്, പാലും ചേർക്കണം. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് അപ്പമാണ് കൊടുക്കേണ്ടത്. അപ്പം സ്റ്റൂവ് എല്ലാം റെഡിയാന്നു.